ധഗായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. പ്രിയമുള്ള പ്രേക്ഷകരെ, അസുരാചാര്യൻ രാഹു ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ 1.5 വർഷമായി മീനം രാശിയിലാണ്. ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹുകേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു. എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് 1.5 വർഷമാണ്. ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി 2.5 വർഷം, പിന്നെ രാഹു 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം, പിന്നെ ആദിത്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ, ശുക്രൻ, ബുധൻ ഇവരൊക്കെ തന്നെ 1 മാസം മുതൽ 45, 2 മാസം, ചിലപ്പോഴൊക്കെ 3 മാസം വരെ നിന്നു എന്നും വരും. പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാവനം ചെയ്തുകൊണ്ട് മാക്സിമം 30-45 ദിവസം മാത്രം. ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് 3 മാസം 4 മാസം ഒക്കെ. ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് 3 മാസത്തോളമായി ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുന്നു. പക്ഷേ രാഹുകേതുക്കളുടെ സഞ്ചാരം 1.5 വർഷമാണ്. വക്രിയായി സഞ്ചരിക്കുന്നു. റിട്രോഗ്രേഷൻ എന്നാണ് വക്രിക്ക് പറയുക. മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു. ചിലപ്പോൾ അത് വക്രിയായി വരും, അപ്രദക്ഷിണമായി വരും. അത് വളരെ ബലമാണ്. വക്രനസ്തു മഹാവീര്യാഹ. വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട്. അതിനാൽ കഴിഞ്ഞ 1.5 വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ്. ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത്. കാരണം രാഹുകേതുക്കൾ പാപഗ്രഹങ്ങളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ലഗ്നം 2, 4, 5, 7, 8, 12 ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ്. പക്ഷേ രാഹു പലപ്പോഴും യോഗപ്രദനായി വർത്തിക്കും. എവിടെ? രാഹു 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 10-ാം ഭാവം 11-ാം ഭാവത്തിലും നിൽക്കുമ്പോൾ. രാഹു ആരാണ് യഥാർത്ഥത്തിൽ? ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു. രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത്. അങ്ങനെ രാഹുവിന് മരണമില്ല. ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ ശിരസ്സും മുടലും 2ആയി മാറുന്നു. ആ ശിരസ്സിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത്. ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത്. കേതുവാണെങ്കിൽ ഡ്രാഗൺസ് ടെയിൽ. 18 വർഷമാണ് രാഹുദശ. രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു. കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട്. 18 വർഷത്തെ രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും. ദശാവസാനേ സകലം വിനാശം. ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന്. രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200-ാം ആണ്ട് ഇടവമാസം 5-ാം തീയതി, അതായത് 2025 മേടമാസം 19-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ശനി, വ്യാഴം, രാഹു. ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും. കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത്. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി മീനം രാശിയിലേക്ക് പ്രവേശിച്ചു. വ്യാഴം 15-ാം തീയതി
ഏത് 15? മെയ് 15-ന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹുവാകട്ടെ 19-ാം തീയതി, മെയ് മാസം 19-ാം തീയതി പുലർച്ചെ 1 മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ, രാഹു ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം. കുര്യാദഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതിം സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീജാശ്രയം അനതിക്രമതോപവാദം സ്ഥാനച്യുതിം പദഹതിം കൃതകാര്യഹാനിം. ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ. കുര്യാത് അഹിഹി, സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും. ക്ഷിതിപചോര വിഷ അഗ്നിശസ്ത്രഭീതിം, ഭയമുണ്ടാക്കും രാജാവിൽ നിന്നും, കള്ളനിൽ നിന്നും, അഗ്നിയിൽ നിന്നും, ആയുധങ്ങളിൽ നിന്നും, സർജറികളിൽ നിന്നും. മതിവിഭ്രമം, മനസ്സിന് ഭ്രമത്വമുണ്ടാക്കും, ബുദ്ധി നേർക്ക് നിൽക്കില്ല, ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു. നീചാശ്രയം, നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും. അനതിക്രമതോപവാദം, ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല. സ്ഥാനച്യുതിയും, തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു. കൃതകാര്യഹാനിയും, പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു. ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകർ, ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭത്തിലേക്ക് രാഹു പ്രവേശിക്കുന്ന വിഷയവും അതെപ്രകാരം വൃശ്ചികം രാശിക്കാരെ ബാധിക്കുന്നു, ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് രാഹു ചാരവശാൽ 4-ാം ഭാവത്തിൽ കുംഭത്തിലാണ്, കുംഭം രാശിയിലാണ് പ്രവേശിക്കുന്നത്. 4-ാം ഭാവം പ്രായേണ ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ്, പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല. അതിനാൽ 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ 4-ാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭശയനം ച വൃദ്ധിർ പശുവാധികം ജന്മഗൃഹ ചതുർത്ഥാത്. തൻ്റെ ജനിച്ച വീടാകുന്നു, തറവാടാകുന്നു 4-ാം ഭാവം. ധർമ്മദൈവ സങ്കേതമാകുന്നു 4-ാം ഭാവം. അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, വാഹനം, ഭൂമി, തൻ്റെ ഇരിപ്പിടം, ജലം, ജലത്തിൻ്റെ സ്ഥാനം, ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു 4-ാം ഭാവം. അവിടെ 4-ാം ഭാവത്തിലാണ് ഒരു പാപഗ്രഹം വരുന്നത്. ഒരു സാധാരണ പാപഗ്രഹമല്ല, അങ്ങേയറ്റം ക്രൂരനായ രാഹു ആണ് വരുന്നത്. അയാൾ തൻ്റെ ക്രൗര്യം പ്രകടിപ്പിക്കും 4-ാം ഭാവത്തിൽ. അതിനാൽ ഞാൻ മേൽ സൂചിപ്പിച്ച 4-ാം ഭാവത്തിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരും, ക്ലേശങ്ങളുണ്ടാകും. ഈ രാഹു സമയത്ത് വളരെ ശ്രദ്ധിക്കണം. തുരങ്കങ്ങൾ, ടനൽ, കനാലുകൾ, കിണർ കുഴിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീഴും, ഭൂചലനം സംഭവിക്കും, ആളുകൾ മണ്ണിനടിയിലാകും. ഇതൊക്കെ രാഹു 4-ാം ഭാവത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. വളരെ ശ്രദ്ധിക്കണം. പാമ്പുകൾ കൊണ്ട് വിഷസ്പർശമുണ്ടാകാം. നമ്മളറിയാതെ നമ്മൾ കുഴിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് സർപ്പങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. വിഷജന്യങ്ങളായ വസ്തുക്കൾ ഉപദ്രവമുണ്ടാകും. 4-ാം ഭാവമാണ്. പാമ്പുകൾ മാത്രമല്ല, പട്ടികൾ, പേപ്പട്ടികൾ, പട്ടികൾ, ഇവയെ കൊണ്ടൊക്കെ ഉപദ്രവം വരും. മാർജാര, പൂച്ചയെ കൊണ്ട് ഉപദ്രവം വരാം. വിഷത്തിന് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരും 4-ാം ഭാവത്തിൽ രാഹു വരുമ്പോൾ. മാതുർമാതുല ഭാഗ്യനയ സുഹൃതാം ഗോവേശ്മ ശയ്യാസര ക്ഷേത്രാണമപി വാഹനസ്യ വിപത്ത്. ഈ ഭാവങ്ങൾക്കെല്ലാമാണ് രോഗം. മാതുർമാതുല ഭാഗ്യനേയ സുഹൃതാം, അമ്മ, അമ്മാന്മാർ, മരുമക്കൾ, സുഹൃത്തുക്കൾ, ഗോ, പശുക്കൾ, വേശ്മ, വീട്, ശയ്യ, കിടപ്പറ, വാഹനങ്ങൾ, ഇവയെ കൊണ്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാകും 4-ൽ രാഹു വരുമ്പോൾ. ഹൃദ്ദേശരുക്ചാസുഖം, ഹൃദയത്തിന് അസുഖം വരും. കുംഭൻ രാശിക്ക് ഒരു പേര് തന്നെയുണ്ട്, ഹൃദ്രോഗം. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക. രാഹു ഈ ചുമയുടെയൊക്കെ ഗ്രഹമാണ്. അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ശ്വാസോച്ഛ്വാസ സംബന്ധമായ പ്രക്രിയകൾക്ക് ബുദ്ധിമുട്ടുകൾ വരും.
ഹൃദയപേശികൾക്ക് ബുദ്ധിമുട്ട് വരും, കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വരും, ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകൾ വരും, വാഹനാപകടം വരും. ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. 2 വീലർ കൊണ്ട് കളിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത്, കാർ ഓടിക്കരുത്, നിയന്ത്രണം വിട്ടു പോകും, പ്രയാസങ്ങൾ ഉണ്ടാകും. വളരെയധികം ശ്രദ്ധിക്കണം. ചമത്കാര ചിന്താമണിയിൽ വളരെ വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ചതുർത്ഥേ കഥം മാതൃനൈരുജ്യദേഹ, അമ്മയുടെ ശരീരത്തിൽ നിന്നും രോഗം വിട്ടുപോകില്ല, അമ്മ രോഗിണിയായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദിജ്വാലയാ ശീതളേകിം ബഹിസ്യാത്, ധാരാളം പ്രശ്നങ്ങൾ കാരണം തൻ്റെ ഹൃദയം ജ്വലിക്കും. തനിക്ക് തൻ്റെ പ്രയാസങ്ങളെ, ദീനതയെ പുറത്തു പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ 4-ലെ രാഹു ഉണ്ടാക്കുന്നതാണ്. സജേധന്യത മേഷഗോ കർക്കിഗോവ, അതേ രാഹു മേടത്തിലും ഇടവത്തിലും കർക്കിടകത്തിലുമാണെങ്കിൽ ബുധക്ഷേസുരേ ഭൂപതേർ ബന്ധുരേവ, രാജാവിൻ്റെ ബന്ധുവായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുംഭത്തിലെ രാഹുവാണ്. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. സ്വതവേ വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം ചാരവശാൽ വന്നു കഴിഞ്ഞു, 5-ൽ ശനി, 4-ൽ രാഹു. അതിനാൽ ശാരീരികമായും മാനസികമായും ധനപരമായും ഒക്കെ തന്നെ ക്ലേശങ്ങൾ വരാം. ഒരു വർഷക്കാലം വളരെ ജാഗ്രത പാലിക്കണം ഈ രാഹുവിന്. ഇവിടെ തൻ്റെ ധർമ്മദൈവ സങ്കേതം 4-ാം ഭാവം തൻ്റെ ധർമ്മദൈവമാണ്. ധർമ്മദൈവ സങ്കേതത്തിൽ രാഹുപ്രീതി ചെയ്യണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. രാഹുകേതുക്കൾക്ക് എന്ത് വഴിപാടുകൾ ചെയ്യണം? രാഹുവിനും കേതുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആയില്യപൂജ, സർപ്പബലി, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന, നഖത്തിന് 100 പാലും. ധർമ്മദൈവ സങ്കേതത്തിൽ 4-ാം ഭാവത്തിൽ ജ്യോതിഷത്തിൽ രാഹു വരുമ്പോൾ വേശ്മസ്ഥേകലു ചിത്രകൂടകരണമെന്നാണ്. തന്നെ ധർമ്മദൈവ സങ്കേതത്തിൽ ചിത്രകൂടം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഫലം. 12-ൽ വരികയാണെങ്കിൽ കളമെഴുത്തും പാട്ടും. ബാക്കി ഏത് ഭാവത്തിൽ വന്നാലും സർപ്പപ്രീതി ചെയ്യണം, സർപ്പബലി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ധർമ്മദൈവ സങ്കേതത്തിൽ ചിത്രകൂടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. കന്നിയിലും കുംഭത്തിലുമൊക്കെ രാഹുപ്രീതി തറവാട്ടിലൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അതിനാൽ ധർമ്മദൈവ സങ്കേതത്തിൽ എപ്രകാരമാണോ നാഗപ്രീതി ചെയ്യുന്നത്, അതിനുവേണ്ടി തങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും ചെലവഴിക്കുക. വളരെയധികം നാഗസംബന്ധമായ അനുഗ്രഹം ലഭിക്കുവാൻ അത് വളരെയധികം പര്യാപ്തമാകും വൃശ്ചികം രാശിക്കാർക്ക്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചിക രാശി പ്രേക്ഷകർക്കും ഈ രാഹു വളരെ അനുകൂലമായി 1.5 വർഷക്കാലം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.